ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂൺ റീഡിംഗ് ആണ്. ഫുൾ മൂൺ അല്ലേ, അപ്പോൾ അതിൻ്റെ എനർജി 2 ദിവസം മുൻപേ തന്നെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാലും 2 ദിവസം നിങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളിലേക്ക്, എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട് ഞാൻ. ഒന്ന് മഹാദേവൻ്റെയാണ്, ഒന്ന് നരസിംഹമൂർത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. 1, 2. എന്നുള്ള നമ്പറായാലും ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായിട്ടൊരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റീഡിങ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷകരമായ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്താണ്? ഏസ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ്, 3 ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ്, 2 of Pentacles, 6 of Wands, 5 of Pentacles, Knight of Pentacles, Ace of Swords, Two of Swords, Eight of Cups, the Tower. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ 3 ഓഫ് സോഡ്സ് ആണ്. കണ്ടല്ലേ, ഹൃദയം മുറിഞ്ഞ വേദന അനുഭവിക്കുകയാണ്, ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അതെന്തിനാണ്? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ സങ്കടം അനുഭവിക്കുന്ന എനർജി. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നല്ല വിഷമം അനുഭവിക്കുന്ന, തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുള്ളവരുമായിട്ട് എന്തോ. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ഇത് ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ടവർ മൊമെൻറ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ടവർ മൊമെൻറ്റിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമായിരിക്കാം. സമൃദ്ധമായ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതാവാം. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. പെട്ടെന്നാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷം കെട്ടുപോയത്, അല്ലെങ്കിൽ അത് കെടാനുള്ള സാഹചര്യമായത് അങ്ങനെയാണ്.
മൂന്നാമതൊരാൾ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ, നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. നല്ല തെറ്റിദ്ധാരണയിലായിപ്പോയി. രണ്ടുപേരും കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ വേർപിരിഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഒരാൾ ഇവിടെ വിട്ടുപോവുകയാണ്, ഒരാളിനെ വിട്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും തേർഡ് പാർട്ടി നിമിത്തം. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ജസ്റ്റിസ് കിട്ടും. നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഈ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കും തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ നിരപരാധികളായിരുന്നു. അങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ഒരുപാട് പേർക്ക് വാഹനം നഷ്ടപ്പെട്ടു, വീട് തകർന്നു പോയി, ഒരുപാട് പേർ ലോണൊക്കെ എടുത്തിരുന്നു, അത് മുഴുവനും നഷ്ടം വന്ന് വീട് ജപ്തിയിലായിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. വളരെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സാമ്പത്തികം അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടാവാം. അവിടെ ജോലി നിങ്ങൾക്ക് ലഭിച്ചു, പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് മാർഗമില്ലാതെ ആയിപ്പോയി. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ആ സാലറിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വന്ന് ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട അവസ്ഥ നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന പലരുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടവർ മൊമെൻറ്റ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഒത്തിരി പൈസയൊക്കെ വല്ലവരോടും കടം കൂടെ മേടിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ അവർ ആത്മഹത്യയുടെ വക്കിൽ വരെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ കർമ്മ റിലീസായി വരണം. ഇത് കുറേ കൂടെ നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് വരണമെങ്കിൽ പോസിറ്റീവായൊരു സാഹചര്യത്തിലേക്ക് വരാതിരിക്കില്ല. തീർച്ചയായിട്ടും കുറേ അനുഭവിക്കണം, പക്ഷേ അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. നിങ്ങൾ ഒരുപാട് ദൈവത്തെ കരഞ്ഞു വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കുറച്ച് നീങ്ങി നിങ്ങൾ വരികയാണ്. ഇവിടെ നിങ്ങളുടെ ജസ്റ്റിസ് ഒന്ന് വന്നോട്ടെ, ജസ്റ്റിസ് വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ കർമ്മ കുറച്ച് റിലീസാവുന്ന ഒരു സമയമായിട്ടുണ്ട്. എത്രയായാലും എന്തെങ്കിലും ഒരു അബദ്ധം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നിങ്ങൾക്ക് സംഭവിച്ചു, പെട്ടെന്നത് സുഖപ്പെട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ കുറേ ദിവസം അതിനുവേണ്ടി നിങ്ങൾ അതിനുവേണ്ടി വിഷമിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ്, കുറച്ച് കാലം കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്കത് സുഖപ്പെട്ട് വരുന്നത്. എത്ര വലിയ മുറിവായാലും സുഖപ്പെടാതിരിക്കില്ല. അപ്പോൾ അതിനായിട്ട് ആ മുറിവിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. ചെറിയ തരത്തിലുള്ളതാണെങ്കിൽ, ചെറിയ തരത്തിലുള്ള മുറിവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് സുഖപ്പെടും. വലിയ തരത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണെങ്കിലോ അതിന് കുറേ നാളുകൾ പിടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കർമ്മയുടെ അവസ്ഥ. അപ്പോൾ അത് ചെറിയ തരത്തിലുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്നത് മാറിക്കിട്ടും. കുറച്ചുകൂടി വലിയ തോതിലുള്ളതാണെങ്കിലോ അത് കുറച്ച് കാലം കൂടെ പിടിക്കും. അങ്ങനെ നിങ്ങൾ കുറേ പ്രയത്നിച്ചിട്ട് കുറേ പ്രേ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇത് ശരിയാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കർമ്മ റിലീസ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിട്ടുണ്ട് ഏസ് ഓഫ് വാൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ 5 ഓഫ് പെന്റക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലരും ജീവിതത്തിൽ നിന്ന് ഒന്ന് വിട്ടുപോകുന്നു. സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നിമിത്തം പാർട്ട്ണറുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കുറച്ചൊന്ന് അകൽച്ചയിലേക്ക് വരാനുള്ള സാധ്യത. ഇങ്ങനെ ഈ ഒരു അകൽച്ച വരുമ്പോൾ തന്നെ ഇവിടെ ഇത് പെട്ടെന്ന് ശരിയാവുന്നതാണ്. കാരണം ഇവിടെ ഏസ് ഓഫ് വാൺസ് നിങ്ങൾ വീണ്ടും പുതുമയിലേക്ക് വരുന്നുണ്ട്, വീണ്ടും പുതിയ ഒരു ലൈഫിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് വീണ്ടും ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ജോലിക്ക് വേണ്ടി പുതിയതായിട്ട് തുടക്കം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ, ഷോപ്പുകൾ, ഫാൻസി സ്റ്റോറുകൾ, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിനുള്ളത്, ബ്യൂട്ടി പാലസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണെന്നാണ് കാണുന്നത്.
വന്നിരിക്കുന്നത്. ചിലപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്റർ ആവാം, തയ്യൽ കട ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ തുടങ്ങാനുള്ള ഒരു കാത്തിരിപ്പ്, പുതിയതായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ സാമ്പത്തികം വരാനുള്ള, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും സാമ്പത്തികം വരാനുള്ള എനർജി ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 5 ഓഫ് പെന്റക്കിൾസ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് വേർപിരിയുന്ന ഒരു സെപ്പറേഷൻ വരാം. ഈ ഒരു സെപ്പറേഷൻ എളുപ്പം ഭേദമാകുന്നതാണ്, എളുപ്പം കൂടിച്ചേരുന്നതാണ്. ഒരു റീകൺസിലേഷൻ നടക്കും, റീയൂണിയൻ നടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു ലവ് പ്രപ്പോസലാണ്. അത് കുറേ കാലം കൊണ്ടേ നോക്കിയിരുന്നിട്ടുള്ളതാണ് ഈ ഒരു വ്യക്തിയെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം നോക്കി ഇരുന്ന് അതിങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളെ അതിശയപ്പെടുത്തുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും പെൻഡക്കിൾ ആണ്, ഇവിടെ എർത്ത് സൈനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭൂമിപരമായ ഭൂമി വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ ഒക്കെയുള്ള ഒരു എനർജി ഉണ്ട്. വാഹനം വാങ്ങിക്കാനുള്ള എനർജിയും ഇവിടെയുണ്ട്. പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഇവിടെ വിചാരിക്കുന്നുണ്ടോ, വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ല എങ്കിൽ അത് നേടണമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ, അല്ലെ പുതിയതായിട്ടൊരു തുടക്കം വരുത്തണം ലൈഫിൽ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് സ്വപ്നം കണ്ട ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. പിന്നീട് നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ തുടങ്ങുന്നുണ്ടല്ലോ, ഈ ഒരു ബിസിനസ് നിങ്ങൾ ഇവിടെ തുടങ്ങിയാൽ തന്നെയും ഇവിടെ എന്താണ് 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു കൂടിച്ചേർന്ന് എന്തെങ്കിലും ടീം വർക്ക് ചെയ്തെങ്കിലും നിങ്ങളുടെ ആ ബിസിനസ്സിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി 2-3 പേർ കൂടിച്ചേർന്ന് സന്തോഷകരമായിട്ട് ഈ ഒരു ജോലിയിലേക്ക് മുന്നിട്ടിറങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്ററിലാണെങ്കിൽ 2-3 പേർ കൂടി ചേരാതെ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഫാൻസി സ്റ്റോറിലായാലും 2-3 പേർ അവിടെ കൂടി ചേരണം. ഇനി എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ ഇട്ട് കഴിഞ്ഞാലും അവിടെയും ഒരു ടീം വർക്ക് ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ കൊണ്ട് നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അതിനുള്ള ഒരു പ്രയത്നമാണ് കാണുന്നത്. അതിലിവിടെ നിങ്ങൾക്ക് സക്സസ് ആണെന്ന് കാണുന്നുണ്ട്, അതിലും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രയത്നത്തിലൂടെ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ ഏസ് ഓഫ് സോർട്സ്, പലരും ഇവിടെ വിദേശയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നുണ്ടാവാം. ഫ്ലൈറ്റ് യാത്രയാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി, നിങ്ങളെന്തെങ്കിലും കാത്തിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവാനുള്ളത്, സന്തോഷകരമായി എന്തോ ഒന്ന് നേടിയെടുക്കാനുള്ള ചില അവസ്ഥയിലേക്ക്, ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയായിരിക്കാം. ഇതൊക്കെ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ നോക്കിയിരിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം തൊട്ടടുത്താണ് ഇവിടെ ജസ്റ്റിസ്, ഇതിനെല്ലാം ബാധകമാണ്. കണ്ടില്ലേ? അപ്പോൾ പുതിയ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് സക്സസ് വരും. ഇവിടെ പുതിയ രീതിയിൽ പഠിക്കാൻ പോകുന്നു, അതിന് നിങ്ങൾക്കൊരു സക്സസ് വരുന്നു. പുതിയ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുക, പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ്. വിജയക്കൊടി പാറിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ചിലർക്കൊക്കെ എന്തെങ്കിലും 2 ഓഫ് സോർട്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് കാണുന്നുണ്ട്. എന്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 2 ഓഫ് പെന്റക്കിൾസും ഇവിടെ 2 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് ജോലി തുടങ്ങുന്നു, അതിനി എങ്ങനെ വേണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനുള്ള സാമ്പത്തികം എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകണം, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം, അതിലൊക്കെ സാമ്പത്തികം അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്ന എനർജിയുണ്ട്. അതുപോലെ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയും ഇവിടെയുണ്ട്.
ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഇത് എന്ന് തന്നെ കാണുന്നുണ്ട്. അതുപോലെ 8 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കൊരു കാര്യം വേണ്ട എന്ന് കരുതി നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിച്ച് പോകാം. മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സ്പിരിച്വൽ വേയിലൂടെ പോകാനായിരിക്കാം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. നിങ്ങളിവിടെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച്, ഭൗതികമായ സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്പിരിച്വൽ വേയിലൂടെയാണ്. സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് കാരണം അങ്ങനെ സ്പിരിച്വൽ വേയിലൂടെ പോയി കഴിഞ്ഞാലോ നിങ്ങൾക്കിവിടെ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയർ ലൈഫിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എവിടെയായാലും നിങ്ങൾക്ക് ഉയർന്ന തരത്തിലുള്ള വിജയം ഇവിടെ കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഈ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാർത്തിക എനർജി, ഫുൾ മൂൺ എനർജി ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ 12 പോർട്ടലിൻ്റെ എനർജി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഇതൊക്കെ കാണും തോറും നിങ്ങൾക്ക് ഓരോ ദിവസവും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം നമ്മളിവിടെ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നിങ്ങളൊരു നല്ല വഴിയിലേക്ക് പോവുകയാണ്, നല്ല ഒരു ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഒരു പുറപ്പാടാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുവഴി നിങ്ങൾക്ക് ആ കരിയർ ലൈഫിൽ സക്സസ്, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് നേടാൻ കഴിയുന്നു എന്നും ഇവിടെ പറയാൻ പറ്റും. ഒറാക്കിൾ കാർഡ്സ് എടുക്കാം. ഇമോഷണൽ വിത്ഡ്രോവലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ദൈവികമായ എനർജിയിലേക്ക് കണക്റ്റ് ആവാൻ നിങ്ങൾ പോകുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇമോഷണൽ വിത്ഡ്രോവലാണ്. വൈകാരികമായ എനർജിയിൽ നിന്നും നിങ്ങൾ പിന്തിരിയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് മനസ്സിനെ കുഴച്ച് മറിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എവിടേക്കാണ്? സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇതാണ് അതിൻ്റെ സത്യം എന്ന് തന്നെ കാണുന്നുണ്ട്. നല്ല ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ ഇവിടെ പറയാം. ഇവിടെയോ അതുവഴി നിങ്ങൾക്ക് ഫൗണ്ടേഷനാണ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്തോറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറ ലഭിക്കുന്നു. ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനൊരു അടിത്തറ, ഒരു അടിസ്ഥാനം ലഭിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് പേരുടെ ജീവിതത്തിന് ഒത്തിരി മാറ്റം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ജീവിതത്തിന് നല്ല ഒരു അടിത്തറ ലഭിക്കുന്നു. അത് സാമ്പത്തികമായാലും മറ്റെന്തിൻ്റെ, ചിലപ്പോൾ വീട് ഇല്ലാത്തവർക്ക് വീട് ലഭിക്കുന്ന എനർജി ആവാം, അല്ല അതിലെന്താണോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നു. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. നമുക്ക് മൂണോളജി നോക്കാവേ. ഫുൾ മൂൺ അല്ലേ? മൂണിൻ്റെ എനർജിയും കൂടെ ഒന്ന് നോക്കാവില്ല. കണ്ടില്ലേ? ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾ ഈ ഒരു സക്സസ്സിലേക്ക് പോകുമ്പോൾ എന്താണ്? നിങ്ങളിവിടെ ഒരു സക്സസ് വരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലിയോ എനർജിയാണ്. കണ്ടില്ലേ? ഫുൾ മൂണിൻ ലിയോ. ഈ ലിയോ എനർജിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? ഏറ്റവും വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഏറ്റവും സൗഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നല്ല ഒരു ചേഞ്ച് ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങൾ അഹങ്കരിക്കരുത്. മനസ്സിലായില്ലയോ? അപ്പോൾ നിങ്ങളുടെ വഴി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് അഹംഭാവം പാടില്ല. എല്ലാവരോടും നല്ല ഗുരുത്വമായിട്ടും സ്നേഹമായിട്ടും വിനയത്തോടെ ഒക്കെ പെരുമാറാൻ പഠിക്കുക കൂടി വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് സോളിൻ്റെ എനർജി, സോൾ മെസ്സേജ് ഒന്ന് നോക്കാവേ. യു ആർ യൂണിക്, ബി ബ്രേവ്, എ ലിറ്റിൽ ക്രേസി ബട്ട് ബി യുവർ സെൽഫ്. കണ്ടില്ലേ? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ യൂണിക്, നിങ്ങൾ അതുല്യരാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങൾ അതുല്യരാണ്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ.
ആണല്ലേ, അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് വരുന്നു എന്ന്. അതുകൊണ്ട് എന്താണ്, ധൈര്യമായിരിക്കൂ. കുറച്ചൊന്ന് ഭ്രാന്താവാം, പക്ഷേ നിങ്ങൾ തന്നെയാവണം. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഒരു വ്യത്യാസം, ഇവിടെ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ വഴിയിൽ അഹംഭാവം പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾക്ക് തുല്യരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ചൊന്ന് ഭ്രാന്താവാം, പക്ഷേ നിങ്ങൾ ധൈര്യം കൂടി അവലംബിക്കൂ. നിങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരു കാർഡ് കൂടെ എടുക്കാതെ നമുക്ക്. നിങ്ങളുടെ സോൾ മെസ്സേജസ് ആണ്. സോൾ ആഗ്രഹിക്കുന്നതാണ് റിലീസ് യുവർ ഇന്നർ റിബൽ, ബി യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ്. കണ്ടില്ലേ, റിലീസ് യുവർ ഇന്നർ റിബൽ. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പോരാളിയെ ഇങ്ങ് കൊണ്ടുപോവാ. യുദ്ധം നേടി ജയിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളിലുണ്ട്, അതിനെ ഇങ്ങ് റിലീസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടേതായ ഒരു ലോകത്തെ തന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മടി പിടിച്ചിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ശരി, നിങ്ങളുടെ ഉള്ളിൽ ഒരു യുദ്ധം ചെയ്ത് നേടിയെടുക്കണം എന്ന് വാശിയോടുകൂടി മുന്നിട്ടിറങ്ങുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? മഹാദേവനാണ് അല്ലേ, ശിവനാണ്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശിവൻ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനാണ്. കണ്ടല്ലേ, ഇവിടെ ശിവഭഗവാന്റെ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓം ത്രയംബകം യജാമ്യഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധന മൃത്യോർ മോക്ഷിയ യമാമൃത. അങ്ങനെ യമാമൃതം. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും ജപിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഇത് സെക്ഷൽ പവർ വർദ്ധിപ്പിക്കുന്നതാണ്. യൂണിയൻ വിത്ത് എ ഗുഡ് മാരേജ് പാർട്ണർ. കണ്ടില്ലേ, നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് കാണുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. ഭഗവാനെ ഓർത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഓം എന്നുള്ള മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എത്രമാത്രം ജപിക്കാവോ അത്രയും നല്ലതാണ് എന്ന് ഇവിടെ പറയാൻ പറ്റും. ഫുൾ മൂൺ ഡേയിലല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തേത് നരസിംഹമൂർത്തിയാണ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് പെന്റക്കിൾസ്, Ace of Pentacles, Five of Pentacles, വന്നിരിക്കുന്ന നയൻ ഓഫ് കപ്സ് ആണ്.
ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ടു ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് സോഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. കണ്ടില്ലേ, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജി തന്നെ വന്നിട്ട് 9 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്നാണ് ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ഇവിടെ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡാണ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. കാരണം ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നിന്നാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് എങ്ങനെയോ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിങ്ങും ആവാം. എങ്ങനെയായാലും നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്കിവിടെ 9 ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ ഉണർന്നിങ്ങനെ കിടക്കുകയാണ്, ഉറക്കം വരാതെ. എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നാലും എനിക്കിത് വന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നിമിത്തം ആവാം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്ന് കാണുന്നു. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അവസ്ഥ വന്ന് ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി ഉണ്ട്. കാരണം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ജീവിതത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ചിലപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിൽ കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ. ആ ഒരു സെപ്പറേഷനിലാവാൻ ചിലപ്പോൾ ഇവിടെ 9 ഓഫ് സോഡ് എനർജി വന്നിരിക്കുന്നത്. ചീറ്റിംഗ് എനർജിയാണ് 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. കാരണം അവിടെ മുഴുവനായിട്ടും നിങ്ങളെ ആരോ കബളിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന പാർട്ട്ണർ ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാവാം. ധാരാളം സാമ്പത്തികം നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി ആവാം അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. പൈസ കടം കൊടുത്തിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കും, പക്ഷേ ഇങ്ങോട്ടില്ല. ചോദിച്ച് നിങ്ങൾ മുഷിയുന്നു, പിന്നെ വഴക്കായി ബഹളമായി ആകപ്പാട്. പിന്നെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ അവർ കൊണ്ടുവന്ന് കേസും കൊടുക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ വരാം. അതുപോലെയാണ് ഒരുപാട് വലിയ പരാജയത്തിലേക്ക് നിങ്ങളെ തള്ളി വീഴ്ത്തുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതുവഴി പിന്നെ ഇവിടെ ചില നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കും. ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയായിരിക്കാം. പാർട്ട്ണർ തമ്മിൽ എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ലവേഴ്സിൻ്റെ ഇടയിലോ കപ്പിൾസിൻ്റെ ഇടയിലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് രണ്ടുപേർ തമ്മിലൊന്ന് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അതിവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്റ്റിലേക്ക് വരും എന്നാണ് പിന്നീട് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി തൊട്ടടുത്തുണ്ട്. അവിടെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിറഞ്ഞ സന്തോഷത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരും. വീണ്ടും നിങ്ങൾക്ക് റീകൺസിലേഷൻ നടക്കുന്ന റിയൂണിയൻ നടക്കുന്ന എനർജിയാണ്. അപ്പോൾ പിന്നെ അതൊരു സന്തോഷത്തിലേക്ക് പോകുന്ന എനർജി ഉണ്ട് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കപ്പ് എനർജി വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം വന്നു ചേരണം, അതിനു വേണ്ടി മാത്രം ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് സോഡ് എന്തോ ഇവിടെ ചീറ്റിംഗ് വന്നിട്ടുണ്ട്. അതായിരിക്കാം ഇവിടെ 9 ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കാരണം ഇവിടെ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെ ആരോ നിങ്ങളുടെ കൂട്ടുകൂടിയിട്ട് നിങ്ങളെ എന്തോ ഒന്ന് കബളിപ്പിച്ച എനർജി. കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് നേടിയെടുത്തത്. അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് നിങ്ങൾ സാമ്പത്തികം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് പ്രണയം നടിച്ചു കൂടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അവിടെ നിങ്ങൾ ഒരു സെപ്പറേഷൻ വരാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്തു കൂടുന്നവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും.
ഇവിടെ വന്നിരിക്കുന്ന ഹാങ്ഡ്മാൻ്റെ അവസ്ഥയാണ്. ചിലപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം നിമിത്തം ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരവസ്ഥയും ആവാം. എന്തോ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ടൊരു നീക്കുപോക്കില്ലാത്ത ഒരവസ്ഥ. മുന്നോട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷെ അത് തൽക്കാലം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് ലഭിക്കും എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ, സമ്പത്തിൻ്റെതായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യം ഒത്തുവരാം, അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. സാമ്പത്തിക മണി ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ മണി നിങ്ങളിലേക്ക് വരാനും, മണി ഏൺ ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ പുതിയ ചില ബിസിനസ്സുകളിലേക്ക് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടത് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളത്, ചിട്ടിയായി, ലോണായി, ചെറിയ ലോട്ടറികളായി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ല എങ്കിൽ നേരത്തെ ജോലി ചെയ്തിരുന്നത് സാമ്പത്തികം എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്ന എനർജി, അല്ല എങ്കിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്ന എനർജി, എങ്ങനെയായാലും നിങ്ങൾക്കിവിടെ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി വളരെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് അത്യാവശ്യത്തിന് സാമ്പത്തികമുണ്ട്, നല്ല പിശുക്കത്തരം കാണിക്കുന്നു. പക്ഷെ അങ്ങനെ പിശുക്കത്തരം കാണിച്ചിട്ട് കാര്യമില്ല. കുറച്ച് പൈസ ഉള്ളത് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ കൂടി കൊടുക്കണം. പൈസ അല്ല, വിനിമയം ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്താതെ അതിനൊരു ചേഞ്ച് വരില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പാവങ്ങൾക്ക് ഒന്ന് ദാനം ചെയ്യാൻ കൂടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒത്തിരി പിശുക്കി ജീവിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും പാവങ്ങൾക്ക് ദാനം ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് പണം ഇരട്ടിയായി വർദ്ധിച്ചു വരുന്നത്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നുകൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അർഹതയുള്ളവർക്ക് വേണം കൊടുക്കാൻ, ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കൊണ്ട് നടന്ന് ദാനം കൊടുക്കുന്നത് ശരിയായൊരു പ്രവണത അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണം കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ കയ്യിൽ പോലും ആവശ്യത്തിനില്ല, പിന്നെ എങ്ങനെയാണ് ദാനം കൂടെ കൊടുക്കുന്നതെന്നല്ലേ. ദാനം കൊടുക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും, മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വിദേശത്തു നിന്നും ഒക്കെയുള്ള ജോലിയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായ ഉന്നതിക്ക് വേണ്ടി നിങ്ങളിവിടെ പാടുപെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ പാടുപെടലിൽ നിന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വന്നിരിക്കും. നിങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ പഠിച്ചിട്ടും ജോലി നേടണം, പഠിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളിലൂടെ വിദേശത്ത് പോയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നാടുകളിലേക്ക് പോയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നു നിങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പിന്നീട് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ദൈവികമായ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. ആർക്കൊക്കെയോ ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ അത് തന്നെയാണ്, ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. ഇവിടെ അത് തന്നെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഡിവൈൻ റൊമാൻറ്റിക് ആണ്. നിങ്ങൾക്ക് ഒത്തിരി ഭാഗ്യം കൊണ്ടുതരുന്ന ഒരു എനർജിയാണ് ഇത് വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം ദൈവികമായ എനർജിയാണ്, ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത്. ഇവിടെ ഡീപ്പായിട്ട് വളരെയധികം ഡീപ്ലി ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ ഒന്ന് ചേരുക, അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങി വയ്ക്കുന്നത് ഒരുപാട് എനർജറ്റിക് ആയിട്ടല്ല, എങ്കിൽ ഒരുപാട് സോൾമേറ്റ് കണക്ഷൻ ആവാം, അങ്ങനെ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം. അങ്ങനെ എന്താ നിങ്ങൾക്ക് ദൈവികമായ ശക്തിയോടുകൂടി അത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ചിലരുടെ മാര്യേജ് നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ, പിരിഞ്ഞിരുന്നവർ ഒന്ന് ചേരുന്ന എനർജി ഉണ്ട്. ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇവിടെ 2 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ഒന്ന് ഒരാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ.
രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രിയങ്കരമാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് ചിലപ്പോൾ ഒരു ജോലിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ നോക്കിയിരിക്കുന്നവയല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. അല്ല എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം. നീയാണ് എൻ്റെ വേൾഡ്, നീയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞിരുന്ന ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അവർ പറഞ്ഞു, അവർ എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിന്നു. അപ്പോഴേക്കും വീണ്ടും അവർ തന്നെ വന്നെങ്കിൽ മാത്രമേ എനിക്കിവിടെ എൻ്റെ ഈ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ആവൂ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നീട് എന്താ, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജി. ഇവിടെ 9 ഓഫ് സോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ട് വീണ്ടും ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് പുതിയ വീട്, പുതിയ വാഹനം ഒക്കെയും സ്വന്തമാക്കാനുള്ള ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. വീട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, വിവാഹം നടക്കുന്നവർക്ക്, അത് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, പുതിയ വീടിന്, പുതിയ ഫാമിലി സെറ്റപ്പ് ആക്കാനുള്ളത്, മറ്റ് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഡിസ്കണ്ടൻ്റ് ബോർഡമാണ് ജീവിതത്തിൽ. കണ്ടില്ലേ ഇവിടെ ആ ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജി, 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ കുറച്ചൊന്ന് ഡിമ്മായിട്ടിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ വെളിച്ചത്തിന് പുറംതിരിഞ്ഞിരിക്കുകയാണ്. വെളിച്ചം എനിക്ക് കാണണ്ട, എനിക്ക് ഇരുട്ടാണ് ഇഷ്ടം. കാരണം എനിക്കിങ്ങനെ ഇരുളടഞ്ഞ റൂമിൽ കഴിയുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന്. കാരണം ഇനി എനിക്ക് പുറത്തേക്ക് വരാൻ വയ്യ, ഞാൻ അത്രമാത്രം അനുഭവിച്ചു. ഇതെല്ലാം കൂടെ എന്തിനാ ദൈവമേ എനിക്ക് മാത്രം ഇത് തന്നത് എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നിയിട്ട് വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഇരുട്ടിലേക്ക് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുഖം ആർക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇനി നിങ്ങൾ തിരിഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് വരാതിരിക്കില്ല. നമുക്ക് നോക്കാം ഇനി എന്താണ് നോക്കാം. എന്തുകൊണ്ട് ഡിസപ്ഷൻ ആൻഡ് എൻവി വന്നിരിക്കുന്നു? മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടം, അത് നിങ്ങൾക്കൊരു ദോഷം തന്നെയാണ്. എന്തൊരു കാര്യമായാലും മറ്റുള്ളവരോട് പെട്ടെന്ന് തുറന്നു പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം നെഗറ്റീവായ എനർജിയാണ് കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. കണ്ടില്ലേ ഇവിടെ എന്ത് കാര്യവും മറ്റുള്ളവർ, ചിലരുണ്ട് എന്ത് കാര്യവും മറ്റുള്ളവരോട് അങ്ങ് വിളമ്പും. എന്താ ജീവിതത്തിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താൽ അത് ഉടനെ തന്നെ അപ്പുറത്തുള്ളവരോടോ ഇപ്പുറത്തുള്ളവരോടോ ഒക്കെ നടന്നങ്ങ് പറയുക, അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് ഉറ്റവരാണെന്നൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരോട് പറയുക. പക്ഷെ അവർ ഉറ്റവരായിരിക്കില്ല. അവരിൽ നിന്ന് നിങ്ങൾക്ക് ചതി പറ്റാം, അവരിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി പാസ്സാവും. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെയും അത് അവരുടനെ തന്നെ നെഗറ്റീവ് എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നിങ്ങളെ അത് ബാധിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജി ബാധിക്കുന്നതിലും പെട്ടെന്നാണ് നെഗറ്റീവ് എനർജി ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ വന്നത് ഇവിടെ നിന്നും ആയിരിക്കാം. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അതൊക്കെ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ഉറയ്ക്കുന്നു, നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എന്താ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. കണ്ടില്ലേ ഇവിടെ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള സമൃദ്ധി നിങ്ങളിലേക്ക്, ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ തന്നെയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് നോക്കുക. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 4 ആണ് നമ്പർ, ഇവിടെയും 4 ആണ്. കണ്ടല്ലേ 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ. നമുക്ക് മൂണോളജി നോക്കാവേ. ഫുൾ മൂണിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം.
അൺഎക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ചാണ് ന്യൂ മൂൺ എക്ലിപ്സ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന. കണ്ടോ, ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് നല്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും. കണ്ടില്ലേ, അപ്പോൾ ഈ മനസ്സിലാക്കി മുന്നോട്ട് പോവുക, സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അത് നിങ്ങൾക്കിവിടെ പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. സോൾ മെസ്സേജസ് നമുക്ക് നോക്കാവേ. പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് സ്നേഹം എന്നുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്നേഹം? മറ്റുള്ളവരോട്, സമജീവികളോട്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നവരോട്, സഹജീവി എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ സഹജീവികളോടുള്ള കരുണ, സ്നേഹം, സമജീവി എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, സോറി. അപ്പോൾ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും അത്യാവശ്യ കാര്യമാണ്, ഇല്ലാതെ പറ്റില്ല. മറ്റ് മൃഗങ്ങളോടുള്ള സ്നേഹം എന്താണ്? അവർ നമ്മളുടെ ആനുവൽ സ്പിരിറ്റ് ഗൈഡ്സ് ആണ്. നമ്മളെ നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ നമുക്ക് അഡ്വൈസ് തരുന്നവരും ഉണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അവരോടും കൂടെ സ്നേഹം കാണിക്കുക. അപ്പോൾ ആ സ്നേഹത്തെ നിങ്ങൾ ആ ഒരു സംരക്ഷണത്തിൽ കഴിയണം എന്നുള്ളതാണ്. ആ സ്നേഹത്തെ നിങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അതോടുകൂടി അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ കടമ കൂടി ആണ്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലെ ജീവജാലങ്ങളെ സ്നേഹിക്കുക, അതുപോലെ പക്ഷിമൃഗാദികളെ ഒക്കെയും ഒരു സ്നേഹം വേണം. എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെയാണ് ലിവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് ലൈറ്റ് ഹാർട്ട്. കണ്ടല്ലേ, ഇവിടെ പറയുന്ന ഫോളോ യുവർ വിഷൻ. അപ്പോൾ ലിവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹാർട്ട്, ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്നാണ്? ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ കുട്ടിത്തമുണ്ട് അല്ലേ. ചിലരൊക്കെ നമ്മൾ പറയാറുണ്ട്, സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ അല്ലേ, നിഷ്കളങ്കതയാണ് അവിടെ വരുന്നത്. അതാണ്. അപ്പോൾ കുട്ടിത്തം വിട്ടു മാറാത്ത ഒരു സ്വഭാവം നിങ്ങളിൽ എപ്പോഴും വേണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്കമായിരിക്കണം, കളങ്കം പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കളങ്കമുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഈശ്വര ചൈതന്യം നിറയുകയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളങ്കമുള്ള മനസ്സിൽ, മാലിന്യം നിറഞ്ഞിരിക്കുന്ന മനസ്സിലേക്ക് ഈശ്വര ചൈതന്യം കടന്നു വരുന്നില്ല. ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ എന്താണ്? അവിടുത്തെ ആ മാലിന്യത്തെ നിങ്ങൾ കളയണം, നന്മ കൊണ്ടുവരിക. അപ്പോൾ തിന്മ എല്ലാം ഉപേക്ഷിക്കുക, തിന്മയെ ഉപേക്ഷിക്കുക തന്നെ വേണം. മോശമായ വാക്കുകൾ ആരോടും സംസാരിക്കാൻ പാടില്ല, മോശമായ പ്രവർത്തികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആ കുട്ടിത്തം നിറഞ്ഞ ആ ഒരു സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു സക്സസ്സിലേക്ക് വരാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഫോളോ യുവർ വിഷൻ, നെവർ ലോസ് സൈറ്റ് ഓഫ് വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കാഴ്ചയെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണോ കാണുന്നത് അതിൽ ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായി? യഥാർത്ഥത്തിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണോ അതിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ കാണേണ്ടത് അങ്ങനെയുള്ള വസ്തുവിനെ, നിങ്ങൾക്ക് വേണ്ടതിനെയാണ് നിങ്ങൾ കാണേണ്ടത്, വേണ്ടാത്തതിനെ നിങ്ങൾ കാണാൻ പാടില്ല. അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇവിടെ നരസിംഹമൂർത്തിയാണ് അല്ലേ, വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. ഇവിടെ കണ്ടില്ലേ, അസുരനെ നിഗ്രഹിച്ചതാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിന്മയെ ഒഴിവാക്കുന്നു, നന്മയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ മന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർ മൃത്യും നമാമ്യഹം. അതാണ്
കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയെ ജപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഇവിടെ വരുന്നതെന്ന് നോക്കിക്കുക. പ്രൊട്ടക്ഷൻ ഫ്രം ഈവൽ ഫോഴ്സസ്, നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണം ലഭിക്കും. അതായത് നിങ്ങൾക്ക് പേടി അനുഭവപ്പെടുകയില്ല. എപ്പോഴും നിങ്ങൾക്ക് ധൈര്യം അവലംബിച്ചിരിക്കാൻ സാധിക്കും ഈ ഒരു ഭഗവാനെ സേവിക്കുന്നതിലൂടെ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് കാണാൻ? അതോറിറ്റി ആൻഡ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്, കണ്ടില്ലേ? അതോറിറ്റി ഫോർ, അപ്പോൾ നിങ്ങളുടെ സത്യസന്ധമായ അവസ്ഥകളിൽ നിങ്ങൾക്ക് അധികാരഭാവം കൈവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലൊരു അധികാരഭാവം ഉടലെടുക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ഈ ഒരു ശക്തി നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളിൽ എപ്പോഴും അധികാരഭാവം നിലനിർത്താൻ നിങ്ങളെക്കൊണ്ട് കഴിയും. എബിലിറ്റി ടു സീ ഗോഡ് എവരിവെയർ ആൻഡ് ഇൻ ആൾ തിങ്സ്, എല്ലാ സാധനങ്ങളിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ വസ്തുവകകളിലും എല്ലാം എന്താണ്? ദൈവത്തെ കാണാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണ്. ആ ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും, ഒരു അധികാരഭാവം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ എല്ലാം തോൽപ്പിച്ച് വിജയിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണ് ഈ ഒരു ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്. പേടി മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.